വീടിന് ചുറ്റും ആനയും പന്നിയും പുലിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ. നേരം ഇരുട്ടിയാൽ വീട്ടിലേക്ക് പോകാനോ പുറത്തിറങ്ങാനോ കഴിയില്ല. തൃശൂർ പാലപ്പിള്ളിക്കടുത്ത് എച്ചിപ്പാറയിൽ താമസിക്കുന്ന സിറാജിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥയാണിത്. എച്ചിപ്പാറയിൽ ചിമ്മിനിയിലേക്കുള്ള പ്രധാന റോഡിൽ നിന്ന് അല്പം മാറിയാണ് സിറാജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണിത്. പ്രധാന റോഡിൽ നിന്നും കുറച്ച് മാത്രം മാറിയുള്ള വഴിയാണ്. ഈ വഴി നമ്മൾ നോക്കിയാൽ കാണാം, ഈ തോട്ടത്തിനകത്തൂടെയാണ് ഈ റോഡുള്ളത്. ഇതിൻ്റെ ഇരുഭാഗങ്ങളിലും വലിയ തോതിൽ കാട് പിടിച്ച് കിടക്കുന്നൊരവസ്ഥയുണ്ട്. കാട് വെട്ടിത്തെളിക്കാത്തത് മൂലം ഈ വീട്ടിലേക്ക് പോകുന്നതെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. 2 വീടുകൾ മാത്രമാണ് ഈ വഴിയിലുള്ളത്. ഡെയിലി ഇവിടെ ആന വരുന്നുണ്ട്. ഇവിടെ ഈ ആന വരുന്നത് വെച്ചാൽ നമ്മൾ ഒരു 4 മണിക്ക് 4:30 കഴിഞ്ഞ ആഴ്ചയിൽ 4 മണിക്ക് 4:30 ആനകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു 6 മണി 6:30 ശേഷം ഇവിടെ ഫുൾ ടൈം ആനശല്യമാണ്. അതുപോലെ തന്നെ ഈ ആനശല്യം മാത്രമല്ല, ഈ പുലി അങ്ങനെ ബാക്കിയുള്ള വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണിത്. ലാസ്റ്റ് ശല്യം കൂടിയപ്പോൾ നമ്മൾ ഇങ്ങനെ തീയിട്ട് വെച്ചിരിക്കുകയാണ്. അതിന് മുന്നേ ഒരു 2-3 വർഷം മുന്നേ ഇതേപോലെ തന്നെ തീയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കലാപല്യ നമ്മുടെ വീടിന് ചുറ്റും ഇതാണ് ലൈറ്റാണ്. നമുക്ക് ശരിക്കും മാസത്തിൽ കറണ്ട് ബില്ല് വരുന്നത് 3500 വരെ 4000 വരെ കറണ്ട് ബില്ല് വരുന്നുണ്ട്. കാലാവധി കഴിഞ്ഞ റബ്ബർ മരങ്ങളാണ് ഈ മേഖലയിൽ. കമ്പനി അധികൃതർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നതേയില്ല. പാഴ്ചെടികളെല്ലാം വെട്ടി റീപ്ലാന്റ് ചെയ്താലേ ഈ മേഖലയിൽ നിന്ന് മൃഗങ്ങൾ മാറിപ്പോവുകയുള്ളൂ. ചിമ്മിനിക്ക് വിളിക്കുമ്പോൾ അവർ പറയുന്നത് ഒറ്റ കാര്യമുള്ള നിങ്ങളൊരു കാര്യം ചെയ്യാതെ ഞങ്ങളെ ബീറ്റല്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചോദിച്ചു പാലപ്പള്ളി ബീറ്റിലേക്ക് വിളിക്കുക. ആ പാലപ്പള്ളി ബീറ്റിലേക്ക് വിളിക്കുമ്പോൾ അപ്പോൾ അവർ പറയണത് അത് ഞങ്ങളിതേ വന്ന് പോയിട്ടുള്ളൂ. അവർ 8 മണിക്കൊരു കറങ്ങലുണ്ട്. ഞങ്ങളിതേ വന്നുള്ളൂ. അപ്പോൾ ആരുണ്ടായില്ലോ, അത് കഴിഞ്ഞു. മുമ്പൊക്കെ ഞങ്ങൾക്ക് നല്ല സുഖമായിരുന്നു. ഞങ്ങൾ ഇതിൽ തന്നെയാണ് നടന്നു പോവാറും. ഇവിടെ നിന്ന് തന്നെ ഞങ്ങളെ മക്കൾ പഠിച്ചതും പഠിച്ചതും എല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പോഴൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ വേറെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. സ്കൂളിലേക്ക് പോകുമ്പോൾ കാലത്ത് 8 മണിയാകുമ്പോൾ 8:30 പോവുക. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വാച്ചർമാർ കൊണ്ടാക്കി തന്നു. സ്കൂൾ വിട്ട് വരുമ്പോഴും ഒക്കെ ഉണ്ടാവാനാ. 6 മണി തൊട്ട് 7 മണി അതിൻ്റെ ഇടയിൽ തന്നെ ഇറങ്ങി തുടങ്ങും. 7 മണി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും റീപ്ലാന്റിംഗ് നടത്താനോ വീട്ടിലേക്കുള്ള വഴിയിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനോ യാതൊരു നടപടിയുമില്ല. ഓരോ ദിവസവും ഭയപ്പാടോടെയാണ് സിറാജും കുടുംബവും തള്ളി നീക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.